വേഗം ഡ്രസ് ചെയ്തിട്ട് പോ നോക്കട്ടെ. അമ്മയാണല്ലോ. അമ്മേ, ഫോൺ താങ്കളുടെ ഭാര്യയ്ക്കൊന്ന് കൊടുക്കാൻ കരുണയുണ്ടാവണം. അമ്മ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? വലിയ ആളുകളോട് ബഹുമാനത്തോടെ വേണമല്ലോ സംസാരിക്കാൻ. എനിക്കൊരു കൂട്ടായിട്ട് നീ ഇവിടെ നിൽക്കണമെന്ന് ഞാൻ അപേക്ഷിച്ചതല്ലേ? എന്റെ വാക്കിന് നീ തരുമ്പെങ്കിലും വില തന്നോ? ഇല്ലല്ലോ. നീ വളർന്നങ്ങ് ആകാശമുട്ട വലുതായത് ഞാൻ അറിഞ്ഞില്ല. ഫോൺ ദേവിക്കൊന്ന് കൊടുക്ക്. ദേവികയ്ക്ക് കൊടുക്കാൻ. എന്താ? ഡ്രസ് മാറിട്ട് വരാം. ഹലോ, ചന്ദ്രോത്ത പ്രഭാവതിയാ സംസാരിക്കുന്നത്. ഞാൻ നിന്റെ ആരാ? എന്താ എന്റെ? ചോദിച്ചതിന് മറുചോദ്യമല്ല, ഉത്തരവാണ് വേണ്ടത്. പറ, ഞാൻ നിന്റെ ആരാ? അത് നന്ദുന്റെ അമ്മ. നിനക്ക് ഞാൻ ആരാ? ഞാൻ അമ്മയായിട്ടാ കാണുന്നേ. നീ അങ്ങനെ അമ്മയായിട്ടൊന്നും കാണണ്ട. ഭർത്താവിന്റെ അമ്മ, അതായത് അമ്മായി അമ്മ. ആ സ്ഥാനം മതി. ഈ അമ്മായിയമ്മ ആശുപത്രിയിലായിട്ട് മണിക്കൂറുകൾ എത്ര കഴിഞ്ഞെന്നറിയോ? നീ ഒന്നിങ്ങോട്ട് വരികയോ എന്നെ ഒന്ന് വിളിച്ച് അന്വേഷിക്കുകയോ ചെയ്തോ? ഞാൻ ജീവനോടെ ഉണ്ടോന്ന് തിരക്കോ നീ? അയ്യോ ആന്റി, ഇന്നലെ രാത്രി ആശുപത്രിയിൽ നിന്ന് നന്ദു വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പിന്നിപ്പോ നേരിട്ട് വന്ന് പറഞ്ഞു. ഓ, അപ്പൊ പിന്നെ കാര്യങ്ങളൊക്കെ എളുപ്പമായല്ലോ. കെട്ടിലമ്മയായിട്ട് വീട്ടിലിരുന്നാ മതിയല്ലോ. നാട്ടുകാര്യങ്ങളും മറ്റുള്ളവർ അവിടെ വന്ന് ബോധിപ്പിച്ചോളും. പഠിപ്പുരയ്ക്ക് പുറത്തിറങ്ങണ്ട. അങ്ങനെയൊന്നും പറയല്ലേ ആന്റി. ആശുപത്രിയിലായതിന്റെ ഷോക്കിലായിരുന്നു ഞാൻ. കൊള്ളാം, അതെനിക്കിഷ്ടപ്പെട്ടു. ഞാൻ ആശുപത്രിയിലായപ്പോ നിനക്ക് ഷോക്ക് അല്ലേ? എന്റെ അവസാനം ഇന്നലത്തോടെയാണെന്ന് ഉറപ്പിച്ച് നീ എന്തുമാത്രം സന്തോഷിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ഊഹിക്കാൻ പറ്റും. ഷോക്ക്. ഗുരുത്വവും വിവേകവും ഉള്ള പെണ്ണാണെങ്കിൽ ഇന്നലെ രാത്രിയിൽ നീ ആയിരിക്കും ഇവിടെ ആശുപത്രിയിൽ എനിക്ക് കൂട്ടിരിക്കുന്നത്. നന്ദനയും രജനിയും ഒക്കെ വീട്ടിൽ പറഞ്ഞയച്ചിട്ട് എന്റെ ചുമതലകൾ നീ ഏറ്റെടുക്കുമായിരുന്നു. ഇന്നലെ അവിടെ വീട്ടില് എന്നോട് കുറെ ന്യായം പറഞ്ഞിരുന്നല്ലോ. ഇക്കാര്യത്തിൽ നിനക്ക് എന്ത് ന്യായോ പറയാനുള്ളത്? ആന്റി, ഇവിടെ അച്ഛൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. നന്ദുവും ചേച്ചിയും പറഞ്ഞിട്ടാ ഞാൻ ഇവിടെ നിൽക്കുന്നത്. ആരെങ്കിലും ഒന്ന് പറഞ്ഞു കിട്ടാൻ നീ കാത്തു നിൽക്കുകയായിരുന്നു അല്ലേ? ആന്റി, ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാം. അങ്ങനെ ഒരു ഔദാര്യമെങ്കിലും എന്നോട് കാണിക്കാൻ ദയവുണ്ടാവണം. നിന്റെ ഭർത്താവെന്ന് പറയുന്നവൻ തടയും. പക്ഷേ നീ ഇപ്പൊ വരണം. പറഞ്ഞത് മനസ്സിലായോ? ഞാൻ ഇപ്പൊ തന്നെ വരാം. വേറെ ആരെയും കൂടെ കൊണ്ടുവരണ്ട. എന്റെ മകന്റെ അച്ഛൻ അവിടെ കിടക്കുന്നു, ഞാൻ ഇവിടെയും. നീ കാലെടുത്ത് വെക്കുന്നിടത്ത് ദുരന്തങ്ങൾ തന്നെയാണല്ലോ. പെട്ടെന്ന് ഇങ്ങോട്ട് വാടി. കാര്യങ്ങൾ ഞാൻ വിചാരിക്കുന്ന രീതിയിൽ തന്നെ നടക്കും.